പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷം. ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥനകൾ തള്ളി ഇരു രാജ്യങ്ങളും ആക്രമണം കടുപ്പിക്കുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ എണ്ണ സംഭരണശാലയ്ക്കും എണ്ണ ശുദ്ധീകരണശാലയ്ക്കും തീപിടിച്ചു. ഇസ്രയേൽ തലസ്ഥാനം ടെൽ-അവീവിൽ ഇറാൻ ആക്രമണം ഭയന്ന് ജനം ബങ്കറിനുള്ളിലാണ് കഴിയുന്നത്. ഇസ്രയേലിന്റെ കനത്ത പ്രഹരത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. ഇസ്രയേൽ ശരിക്കും ഞെട്ടി. കഴിഞ്ഞ വർഷം ഏപ്രിലിലും ഒക്ടോബറിലും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണ പരമ്പരകളുടെ തുടർച്ച. തലസ്ഥാനമായ ടെൽ-അവീവിൽ വൻ നാശമാണുണ്ടായത്. 10 പേർ മരിച്ചതായി സ്ഥിരീകരണമുണ്ടായി. എന്നാൽ മരണസംഖ്യ ഇതിലും ഏറെ കൂടുതലാണെന്നാണ് ഇറാന്റെ അവകാശവാദം. വടക്കൻ ഇസ്രയേലിലെ താമ്ര നഗരത്തിൽ കൊല്ലപ്പെട്ട 4 ഇസ്രയേൽ സ്വദേശികളുടെ ചിത്രങ്ങളും പേരുവിവരങ്ങളും ഇറാൻ പുറത്തുവിട്ടു. രാത്രി പുലരും മുൻപേ വിവിധ ആക്രമണങ്ങളിൽ 10 പേർ മരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനിൽ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ തകർത്താണ് ഇസ്രയേൽ ആക്രമണം. വലിയ നാശനഷ്ടമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് സംഭവിച്ചത്. 90 മരണം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ പരിപൂർണ പിന്തുണയോടെയാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ. ഇറാൻ പരമോന്നത നേതാവ് അയതൊള്ള ഖൊമേനിയുടെ സാമ്രാജ്യം ചാമ്പലാക്കും എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് ടെഹ്റാൻ വിമാനത്താവളം തകർത്തത്. അതേസമയം ഇസ്രായേലിനെ സഹായിച്ചാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചാൽ ഇറാൻ ഇതുവരെ കാണാത്ത സായുധ ആക്രമണമായിരിക്കും നേരിടേണ്ടി വരിക എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലിനെതിരെ ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാൻ തുടരുകയാണെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. മധ്യേഷ്യ സംഘർഷഭരിതമായതോടെ ലോകമെമ്പാടും വാണിജ്യ അസ്ഥിരത രൂക്ഷമായി കഴിഞ്ഞു. ഓഹരി വിപണിയിൽ വൻ തകർച്ച, സ്വർണ്ണവിലയിലെ കുതിച്ചുകയറ്റം, ഈ പ്രതിഭാസങ്ങൾ തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് 24.